ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 14 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ പല ഇൻഫെക്ഷൻസിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ആന്റിബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന്റിബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ഉപകാരമുള്ള ചില ബാക്ടീരിയാസ് ഉണ്ടാവും. അവരെയും എന്ത് ചെയ്യും? കൊന്നുകളയും. അപ്പൊ അങ്ങനെ ആ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റപ്ഷൻ ആണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ഡിസ്ബയോസിസ് എന്ന പേരിൽ പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. വൈൽ ആന്റിബയോട്ടിക്സ് ആർ വൈറ്റൽ ഫോർ ട്രീറ്റിംഗ് ഇൻഫെക്ഷൻസ്, they also indiscriminately kill beneficial bacteria, leading to a disruption known as dysbiosis. അതായത് ആന്റിബയോട്ടിക്സ് പല ഇൻഫെക്ഷനും ട്രീറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയനെയും അവർക്കറിയില്ല അതിനെ വേർതിരിച്ചു കൊല്ലാൻ. അപ്പോൾ ആന്റിബയോട്ടിക്സ് ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനെയും കില്ല് ചെയ്യും. അപ്പൊ അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവുന്ന ആ ഒരു പ്രതിഭാസമാണ് ഡിസ്ബയോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് പോസ് സിഗ്നിഫിക്കന്റ് ഡേഞ്ചേഴ്സ് particularly to the microbiome, the complex community of microorganisms in the human body. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് ഓവർ യൂസും മിസ്യൂസും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബയോമിന് അത് ഭയങ്കരമായിട്ടുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ഈ ഒരു കേസിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഡിസ്ബയോസിസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഗ്രെയിൻ ATM. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഭക്ഷ്യധാന്യങ്ങൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി വിതരണം ചെയ്യുന്നത്? റേഷൻ കടകളിലൂടെയാണ് അല്ലെ? അപ്പോൾ ഒഡീഷയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സെറ്റപ്പാണ് ഗ്രെയിൻ ATM എന്ന് പറയുന്നത്. അതായത് നമ്മൾ പൈസ എടുക്കാനായിട്ട് ATM-ൽ പോകുന്നത് പോലെ നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ATM ആണ് അവിടെ തുറന്നിരിക്കുന്നത്. അതാണ് ഗ്രെയിൻ ATM. അതിനൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കാര്യം. The World Food Program and Government of Odisha launched India's first 24/7 grain ATM called Annapurti in the Bhubaneswar. അതായത് ഒഡീഷ ഗവൺമെന്റും വേൾഡ് ഫുഡ് പ്രോഗ്രാമും കൂടി ചേർന്നിട്ട് 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഗ്രെയിൻ ATM ലോഞ്ച് ചെയ്തേക്കാണ്. അതിന്റെ പേര് അന്നപൂർത്തി എന്നാണ്. ഭുവനേശ്വറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഇനീഷ്യേറ്റീവ് അലൗസ് PDS എന്ന് പറഞ്ഞാൽ എന്താ? Public Distribution System beneficiaries to access food grains anytime under the National Food Security Act. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും ഈ PDS ബെനിഫിഷ്യറികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫുഡ് ഗ്രെയിൻസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. The machine can dispense up to 50 kilogram of grain in 5 minutes after biometric authentication. അതായത് ബയോമെട്രിക് ഒതന്റിക്കേഷന് ശേഷം ഏകദേശം 50 കിലോഗ്രാമോളം ഭക്ഷ്യധാന്യങ്ങൾ വരെ ഈ ഒരു മെഷീനിൽ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഒഡീഷയിലാണ്. അന്നപൂർത്തി എന്നാണ് അതിന്റെ പേര്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെയും കൂടി സഹകരണത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അടുത്തത് വരുന്നത് മോഡൽ സോളാർ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താന്ന് നോക്കാം. The Ministry of New and Renewable Energy has issued operational guidelines for the implementation of Model Solar Village under PM Suryaghar Muft Bijli Yojana. അതായത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഒരു പുതിയ ഗൈഡ് ലൈൻസ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ കീഴിൽ മോഡൽ സോളാർ വില്ലേജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് ലൈൻസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്താണ് ഈ മോഡൽ സോളാർ വില്ലേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോളറൈസ് ഓൾ ഹൗസ് ഹോൾഡ്സ് ആൻഡ് പബ്ലിക് ഏരിയാസ് വിത്ത് ഹോം ലൈറ്റിംഗ്, വാട്ടർ സിസ്റ്റം, പമ്പ്സ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ്സ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സോളാർ പവറിൽ വർക്ക് ചെയ്യിക്കണം ഒരു വില്ലേജിൽ. അതായത് ഒരു വീട്ടിലുള്ള
എക്യുപ്മെന്റ്സും പിന്നെ പബ്ലിക് ഏരിയയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും, സ്ട്രീറ്റ് ലൈറ്റ്, പമ്പ്, വാട്ടർ സിസ്റ്റം, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സോളാർ പവർ വെച്ചിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് മോഡൽ സോളാർ വില്ലേജിന്റെ എയിം. സീക്സ് ടു ക്രിയേറ്റ് 1 മോഡൽ സോളാർ വില്ലേജ് പെർ ഡിസ്ട്രിക്ട്. അതായത് ഇന്ത്യയിലെ ഒരു ജില്ലയിൽ ഒരു മോഡൽ സോളാർ വില്ലേജ് കൊണ്ടുവരണം എന്നാണ് ലക്ഷ്യം. ഇംപ്ലിമെന്റിംഗ് ഏജൻസി വരുന്നത് സ്റ്റേറ്റ് റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ഓർ അനദർ entity nominated by the state or union territory government will implement the scheme. അതായത് സ്റ്റേറ്റ് റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ആണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി. അതില്ലാത്ത സംസ്ഥാനങ്ങളാണെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി പറയുന്ന ഒരു ഏജൻസി ആയിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മളൊരു സ്കീമിനെ പറ്റി മെൻഷൻ ചെയ്തു പോയി. ഏതാണ്? പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അതിനെ പറ്റി ഒന്ന് നോക്കി പോവാം നമുക്ക്. പ്രൈം മിനിസ്റ്റേഴ്സ് റൂഫ് ടോപ്പ് സോളാർ ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം. അതായത് നമ്മുടെ വീടിന്റെ ഒക്കെ മുകളില് സോളാർ പാനൽസ് വെച്ചിട്ട് ഫ്രീ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ എയിം. ഒറിജിനലി intended to fully subsidize installation of 1 to 3 kilowatt solar systems in 1 crore households. ഏകദേശം 1 കോടിയോളം വരുന്ന വീടുകളിൽ എന്ത് ചെയ്യണം? 1 മുതൽ 3 കിലോവാട്ട് വരെയുള്ള സോളാർ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫുള്ളി സബ്സിഡൈസ്ഡ് ആയിട്ട്, അതായത് ഫുള്ളി നമ്മളത് അതായത് നമ്മളത് വീട്ടിൽ ഇംപ്ലാന്റ് ചെയ്യുക, അതിനുശേഷം ഗവൺമെന്റ് അതിന്റെ ഫുൾ സബ്സിഡി തരും എന്നുള്ളതായിരുന്നു അതിന്റെ ആദ്യത്തെ ഒരു ഉദ്ദേശം. പക്ഷേ ഇപ്പൊ അത് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ദ സ്കീം നൗ ഓഫേഴ്സ് അപ് ടു 60% കവറേജ് ഓഫ് കോസ്റ്റ് വിത്ത് ഹൗസ് ഹോൾഡ് റിക്വയർഡ് ടു കവർ ദ റിമൈൻഡർ ആൽബേറ്റ് വിത്ത് ആക്സസബിൾ ലോൺസ്. അതായത് ഇപ്പൊ അവര് പറയുന്നത് 60%, കോസ്റ്റിന്റെ 60% ഇവര് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ബാക്കി ഹൗസ് ഹോൾഡർ എടുക്കണം, ആ ഒരു വീട്ടുകാരെടുക്കണം. അതിനുവേണ്ടി ബാക്കി അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തയ്യാറാണ്. ദ സ്കീം envisaged to generate up to 300 യൂണിറ്റ്സ് ഓഫ് ഫ്രീ ഇലക്ട്രിസിറ്റി എവറി മന്ത്. അതായത് ഓരോ മാസവും 300 യൂണിറ്റ്സ് ഓഫ് ഫ്രീ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പൊ ന്യൂസിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. നമ്മുടെ കേരള ഗവൺമെന്റിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് പ്രസിദ്ധപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഹേമ കമ്മിറ്റി വാസ് the first committee in the country set up to conduct a comprehensive study of gender issues in the film sector. അതായത് സിനിമാ മേഖലകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. Kerala government constituted the committee on July 1st, 2017 and submitted its report on December 31st, 2019. 2017 ജൂലൈ 1 കേരള ഗവൺമെന്റ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. 2019 ഡിസംബർ 31 അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈ ഒരു ഇപ്പൊ 19 കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും ഈ ഒരു റിപ്പോർട്ട് ഇപ്പോഴും പബ്ലിക്കിന് ആക്സസബിൾ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ദ കമ്മിറ്റി വാസ് ചെയർഡ് ബൈ റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെ ഹേമ വിത്ത് മെമ്പേഴ്സ് വെറ്ററൻ ആക്ടർ ശാരദ ആൻഡ് റിട്ടയർഡ് IAS ഓഫീസർ KB വത്സല കുമാരി. അപ്പോൾ ഒരു 3 മെമ്പർ കമ്മിറ്റി ആയിരുന്നു ഇത്. മെയിൻ ആയിട്ടുള്ള ഹെഡ് വരുന്നത്, ചെയർ ചെയ്യുന്നത് ആരാണ്? മുൻ കേരള ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് കെ ഹേമയും ബാക്കി 2 പേര് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തിയായിട്ടുള്ള മുൻകാല നടി ശാരദ, പിന്നെ ഒരെണ്ണം റിട്ടയർഡ് IAS ഓഫീസർ വത്സല കുമാരി. അപ്പൊ ഇത്രയും പേര് ചേർന്നതായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് പറയുന്നത് ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോംബിനെ പറ്റിയിട്ടാണ്. നമ്മുടെ DRDO ഇപ്പൊ ഈ അടുത്തിടെ സക്സസ്ഫുള്ളി അതിന്റെ ആദ്യത്തെ പരീക്ഷണം സക്സസ്ഫുള്ളി നടപ്പിലാക്കി. അപ്പൊ അതിനെ പറ്റി ഒന്ന് നോക്കി പോവാം. The Defense Research Development Organization DRDO successfully carried out the maiden flight test of Long Range Glide Bomb LRGB ഗൗരവ്. അതായത് ഗൗരവ് എന്ന് പറയുന്നത് ഒരു ബോംബിന് കൊടുത്തേക്കണ പേരാണ്. ആ ബോംബ്
കാറ്റഗറിയിൽ വരുന്ന ബോംബാണ്? ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്, LRGB ആണ് ഗൗരവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ ആര്? DRDO. Gaurav is an air-launched 100 kilogram class glide bomb capable of hitting target at long distance. അതായത് വളരെ ദൂരത്തിലുള്ള ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന 100 കിലോഗ്രാം ക്ലാസ്സിൽ വരുന്ന ഒരു ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് എന്ന് പറയുന്നത്. എയർ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. LRGB has been designed and developed indigenously by Research Center Imarat Hyderabad. അതായത് റിസർച്ച് സെന്റർ ഇമറാട്ട് ഹൈദരാബാദ് ആണ് ഈ ഒരു LRGBയുടെ ഡിസൈനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നോട്ട് ചെയ്യാം. അപ്പൊ ഗൗരവ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് എന്നുള്ളത് മനസ്സിലുണ്ടാവണം. അടുത്ത് വരുന്നത് ജിയോ പാഴ്സി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോ പാഴ്സി പോപ്പുലേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ജിയോ പാഴ്സി സ്കീം. കറണ്ട് അഫയേഴ്സിൽ അത് വരാൻ കാരണം ഈ ജിയോ പാഴ്സി സ്കീമിന് വേണ്ടി ഒരു പോർട്ടല് അടുത്തിടെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ്. അപ്പൊ ആ സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. A central sector scheme to arrest the population decline of the Parsi community in India. അതായത് പാഴ്സി കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ കുറയുന്ന ആ ഒരു കാര്യം നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഒരു സെൻട്രൽ സെക്ടർ സ്കീം ലോഞ്ച് ചെയ്തേക്കാണ്. അതാണ് ജിയോ പാഴ്സി സ്കീം. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഇനീഷ്യേറ്റഡ് ദ സ്കീം ഇൻ 2013. 2013 ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നത്. The scheme offers cash assistance to encourage Parsi couples to have children. The scheme is applicable to all couples irrespective of their financial status. അതായത് പാഴ്സി കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് അസിസ്റ്റൻസ് കൊടുക്കും. അത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഈ ഒരു പദ്ധതി ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്? അവരുടെ പോപ്പുലേഷൻ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതിനെ പറ്റി സൈഡിൽ ആ ഒരു ഫിഗർ തന്നിരിക്കുന്നതിലുണ്ട്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ജിയോ പാഴ്സി സ്കീം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പാഴ്സികളെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്കീം പറയുമ്പോൾ ഈ പാഴ്സി മതത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കിപ്പോവാം. അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് കുറച്ച് നോക്കിപ്പോവാം. Parsi community follows Zoroastrianism, which is one of the world's oldest monotheist religion. അതായത് സൊറാസ്ട്രിയനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലീജിയൻ, ആ ഒരു വിശ്വാസം ഫോളോ ചെയ്യുന്നവരാണ്. അത് ലോകത്തിലെ തന്നെ ഓൾഡസ്റ്റ് മോണോതീസ്റ്റ് റിലീജിയൻ, അതായത് ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവര്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ പ്രൊഫറ്റ് സൊറാസ്റ്റർ ഇൻ ഏൻഷ്യന്റ് ഇറാൻ അറൌണ്ട് 6th to 7th century. 6ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ട് കാലഘട്ടത്തില് ഇറാനില് പ്രൊഫറ്റ് സൊറാസ്റ്റർ ആണ് ഈ ഒരു റിലീജിയൻ സ്ഥാപിക്കുന്നത്. സൊറാസ്ട്രിയൻസ് ബിലീവ് ഇൻ വൺ ഗോഡ് കോൾഡ് അഹുര മസ്ദ വൈസ് ലോഡ് ഹു ക്രിയേറ്റഡ് ദ വേൾഡ്. Their holy scripture is called Avesta. അതായത് അവരുടെ ഗോഡായിട്ട് അവര് കരുതുന്ന വൈസ് ലോഡ് അഥവാ അഹുര മസ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡാണ്. പിന്നെ അവരുടെ ഹോളി സ്ക്രിപ്ചർ അറിയപ്പെടുന്നത് അവെസ്റ്റ എന്ന പേരിലാണ്. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ 6 മതങ്ങളെയാണ് മൈനോറിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു മതമാണ് നമ്മുടെ പാഴ്സീസ് അല്ലെങ്കിൽ സൊറാസ്ട്രിയൻസ് പറയുന്നത്. അതല്ലാതെ വേറെ 5 പേരും കൂടി ഉണ്ട്, നമുക്ക് അത് നോക്കാം. സൊറാസ്ട്രിയൻസ് ഓർ പാഴ്സീസ് ആർ എമംഗ് ദ 6 റിലീജിയസ് communities notified as minority communities by the Union government. The other 5 are Muslims, Christians, Sikhs, Buddhists and Jains. അപ്പൊ ഈ 5 പേര് മുസ്ലിമുകള്, ക്രിസ്ത്യൻസ്, സിഖുകാര്, ബുദ്ധിസ്റ്റുകള്, ജെയിൻസ്, ഇതാണ് ബാക്കിയുള്ള 5 മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഒരെണ്ണം ഉള്ളത് പാഴ്സികളും. അപ്പോ ഈ ഒരു കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ഇപ്പൊ നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു, അതിനുശേഷം ഇനിയിപ്പോ അടുത്തത് സമ്മർ പാരാലിമ്പിക്സ് നടക്കാൻ പോവാണ്. അതും പാരീസിൽ തന്നെയാണ്, ഫ്രാൻസിലെ പാരീസിൽ തന്നെയാണ് സമ്മർ പാരാലിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ പറ്റി നോക്കാം. പാരീസ് 2024 പാരാലിമ്പിക് ഗെയിംസ് branded as Paris 2024 is the 17th summer Paralympic game. അതായത് 17ാമത് സമ്മർ പാരാലിമ്പിക് ഗെയിം ആണ് ഇനി അടുത്തതായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. ടു ബി ഹെൽഡ് ഇൻ പാരീസ്, ഫ്രാൻസ് ഫ്രം 28 August to 8 September 2024. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ ഫ്രാൻസിലെ പാരീസിലാണ് സമ്മർ പാരാലിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത്.
അപ്പൊ അതിനെപ്പറ്റി ആ ഒരു വെന്യൂ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അടുത്തത് വഖഫ് ബോർഡ് അമെൻമെന്റ് ബിൽ 2024. അപ്പൊ നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അമെൻമെന്റ് ബില്ല് റീസെന്റ് ആയിട്ട് ലോകസഭയിൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യൂണിയൻ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജിജു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ബില്ലിൽ വരുന്ന കാര്യങ്ങൾ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പൊ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ ഉള്ളത് നോക്കാം. യൂണിയൻ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജിജു ഇൻട്രൊഡ്യൂസ്ഡ് വഖഫ് അമെൻമെന്റ് ബിൽ 2024 ഇൻ ദി ലോക്സഭയിൽ ഈ ഒരു ബില്ല് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജിജു ഇൻട്രൊഡ്യൂസ് ചെയ്തു. The bill proposes about 40 amendments to the existing Waqf Act 1995, which last amended in 2013. Waqf Act 1995-നെ 40ഓളം അമെൻമെന്റ് ആണ് ഈ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത്. 2013 കുറച്ച് അമെൻമെന്റ്സ് നടത്തിയിരുന്നു. അപ്പോ ഈ ഒരു ബില്ല് വന്നപ്പോ ഓപ്പോസിഷൻസ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തേക്കാണ് ഇതിലുള്ള ഈ ബില്ലിലുള്ള പ്രൊവിഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കമ്മിറ്റീനെ ഹെഡ് ചെയ്യുന്നത് ജഗദാംബിക പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ BJPയുടെ MP ആണ്. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. ജഗദാംബിക പാൽ, സീനിയർ MP ഓഫ് BJP, വിൽ ഹെഡ് ദി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി formed to examine the contentious Waqf Amendment Bill 2024. അപ്പോ 40ഓളം അമെൻമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം നമുക്ക് നോക്കണ്ട. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രശ്നം എന്ന് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റിപ്പോർട്ടഡ് ഫീച്ചേഴ്സ് ഓഫ് വഖഫ് അമെൻമെന്റ് ബിൽ 2024. വഖഫ് ബോർഡ് വിൽ മാൻഡേറ്ററിലി ഹാവ് 2 നോൺ മുസ്ലിം മെമ്പേഴ്സ്. ഒരു അമെൻമെന്റ് പറയുന്നത് ഈ വഖഫ് ബോർഡിൽ നിർബന്ധമായിട്ടും നോൺ മുസ്ലിം ആയിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ടാവണം എന്നാണ് ഒരു അമെൻമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത്. ദ സർവേ ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ, നോട്ട് ബൈ ദി വഖഫ്. അതായത് ഈ വഖഫ് ബോർഡിന് കിട്ടുന്ന പ്രോപ്പർട്ടീസിന്റെ ഒക്കെ സർവേ ചെയ്യേണ്ടത് ആ ബോർഡല്ല, പകരം ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. അടുത്ത അമെൻമെന്റ്, പ്രോപ്പർട്ടീസ് ആർ ടു ബി രജിസ്റ്റേർഡ് ത്രൂ എ സെൻട്രലൈസ്ഡ് പോർട്ടൽ ഫോർ ബെറ്റർ സ്ക്രൂട്ടിനി. അതായത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് പോർട്ടൽ വഴിയാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അടുത്തത്, വഖഫ് വിൽ ലോസ് ദ റൈറ്റ് ടു ഡിസൈഡ് വെദർ എനി പ്രോപ്പർട്ടീസ് എ വഖഫ് അസറ്റ് ഓർ നോട്ട്. അതായത് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു അധികാരമായിരുന്നു ഒരു പ്രോപ്പർട്ടി വഖഫിന്റെ അസറ്റ് ആണോ, അവരുടെ ഒരു അസറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം. പക്ഷെ ഈ ഒരു അമെൻമെന്റിൽ അവരുടെ റൈറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ഒരു അമെൻമെന്റിന്റെ വേറൊരു പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പൊ ഇതാണ് മേജർ ആയിട്ട് പറയുന്ന വഖഫ് അമെൻമെന്റ് ബിൽ 2024ന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിലെ എക്സ്പ്ലനേഷൻ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.